2024-25 വർഷത്തിൽ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ 1 മുതൽ 8 വരെയുള്ള ക്ലാസുകളിലായി പഠിക്കുന്ന ന്യൂനപക്ഷ സമുദായങ്ങളിൽ പെടുന്ന കുട്ടികൾക്ക് കേരള സർക്കാരിന്റെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് നൽകുന്ന സ്കോളർഷിപ്പാണ് മാർഗദീപം സ്കോളർഷിപ്പ് പദ്ധതി. ഇതിലേക്ക് അപേക്ഷ നൽകേണ്ടതായ സമയമാണിപ്പോൾ. ഇത് ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങൾ: ഒരു വീട്ടിലെ 2 കുട്ടികൾക്ക് മാത്രമേ അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. അപേക്ഷകരുടെ വാർഷിക വരുമാനം 1,00,000 രൂപ കവിയരുത്. 1,500 രൂപയാണ് സ്കോളർഷിപ്പായി നൽകുന്നത്. 30% പെൺകുട്ടികൾക്കായി നീക്കിവച്ചിരിക്കുന്നു. അർഹതപ്പെട്ട പെൺകുട്ടികളില്ല എങ്കിൽ ആൺകുട്ടികൾക്ക് അവ നൽകുന്നതായിരിക്കും. ചില മാനദണ്ഡങ്ങൾക്കനുസരണമായി പോയിന്റ് ക്രൈറ്റീരിയ നൽകിയാണ് അർഹരെ കണ്ടെത്തുന്നത്. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ തന്നെ മറ്റേതെങ്കിലും സ്കോളർഷിപ്പിന് അർഹത നേടിയവർക്ക് ഏതെങ്കിലും ഒരു സ്കോളർഷിപ്പിന് മാത്രമേ അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. എന്നാൽ മറ്റു വകുപ്പുകളിൽ നിന്നും ലഭിക്കുന്ന സ്കോളർഷിപ്പ് ആണെങ്കിൽ ഇവിടെ അപേക്ഷിക്കുന്നതിന് തടസ്സമില്ല എന്നാണ് ഡയറക്ടറേറ്റിൽ നിന്നും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഉദാഹരണമായി, മാതാപിതാക്കൾ മരണപ്പെട്ട കുട്ടികൾക്ക് സാമൂഹ്യ സുരക്ഷാ വകുപ്പിന്റെ സ്നേഹപൂർവ്വം സ്കോളർഷിപ്പ് ലഭിക്കുന്നുണ്ടെങ്കിൽ അത്തരം കുട്ടികൾക്ക് ഇതിൽ അപേക്ഷ നൽകുന്നതിന് തടസ്സമില്ല. ഇതിനുള്ള എല്ലാ രേഖകളും അപേക്ഷാ ഫോറവും സ്കൂളിൽ പ്രത്യേകമായി ഫയൽ ചെയ്ത് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഇതിനപേക്ഷിക്കാൻ www.margadipam.kerala.gov.in എന്ന URL വഴി മാർഗദീപം സൈറ്റിൽ പ്രവേശിക്കുക. ആദ്യമായി ലോഗിൻ ചെയ്യാനായി സമ്പൂർണയുടെ admin@ എന്ന ഭാഗം ഒഴിവാക്കിയിട്ടുള്ള സ്കൂൾ കോഡ് മാത്രമായി യൂസർ ഐഡിയായും പാസ്വേഡായും നൽകുക. തുറന്നു കഴിയുമ്പോൾ യൂസർ ഐഡിക്ക് മാറ്റം വരുന്നില്ല. പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്ത് നൽകിയാൽ മാത്രമേ മുന്നോട്ട് പോകാനായി കഴിയുകയുള്ളൂ. അപ്രകാരം പാസ്വേഡ് മാറ്റിക്കഴിഞ്ഞാൽ തുറന്നു വരുന്ന സൈറ്റിൽ ഇടതുഭാഗത്ത് കാണുന്ന മെനുകൾ നമുക്കൊന്ന് നോക്കാം. ഒന്നാമതായി ഹോം എന്ന മെനുവാണ്. അവിടെ നമുക്കൊന്നും ചെയ്യാനായിട്ട് ഇല്ല. രണ്ടാമതായിട്ടുള്ളത് ആഡ് കോഴ്സ് ഇൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നതാണ്. അതിൽ ക്ലിക്ക് ചെയ്ത് തുറന്നു വരുന്ന പേജിൽ നമ്മുടെ സ്കൂളിലെ ക്ലാസുകൾ അല്ലെങ്കിൽ കോഴ്സുകൾ അവിടെ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് നോക്കണം. ഡീഫോൾട്ടായിട്ട് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. ഇല്ല എങ്കിൽ അവിടെ കോഴ്സ് സെലക്ട് ചെയ്ത് ആഡ് കോഴ്സ് എന്ന ബട്ടൺ വഴി കോഴ്സ് ആഡ് ചെയ്തിടണം. രണ്ടാമത്തെ മെനുവായ ആഡ് സ്റ്റുഡന്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് തുറന്നു വരുന്ന പേജിൽ കുട്ടിയുടെ അഡ്മിഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഗെറ്റ് ഡീറ്റെയിൽസ് ഫ്രം സമ്പൂർണ്ണ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ കാണുന്ന പേജിൽ ശൂന്യമായ വിൻഡോകളിൽ വിവരങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട്. ആ പേജിന്റെ ലാസ്റ്റിലുള്ള ഡിക്ലറേഷൻ ബോക്സിൽ ടിക്ക് ചിഹ്നമിട്ട് ആഡ് സ്റ്റുഡന്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കുട്ടിയെ ആഡ് ചെയ്യുക. ആഡഡ് സക്സസ്ഫുള്ളി എന്ന ഒരു പോപ്പപ്പ് മെസ്സേജ്, ആഡ് സക്സസ്ഫുള്ളി എന്നൊരു മെസ്സേജ് കാണാനായിട്ട് കഴിയുന്നുണ്ടാവും. അടുത്ത മെനുവായ ആഡ് സ്കോളർഷിപ്പ് ക്രൈറ്റീരിയ എന്നതിൽ ക്ലിക്ക് ചെയ്ത് കുട്ടിയുടെ പേര് വരുന്ന ലൈനിലുള്ള ക്രൈറ്റീരിയ എന്നതിന് താഴെ കാണുന്ന നീല നിറത്തിലുള്ള ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ തുറന്നു വരുന്ന പേജിൽ ഫാമിലി ഇൻകത്തിന്റെ അടിസ്ഥാനത്തിൽ സ്കോർ കാണിക്കുന്നുണ്ടാവും. അതിന് താഴെയായി മത്സരങ്ങളിൽ ലഭിച്ച ഗ്രേഡിൻ്റേത്, പേരന്റൽ സ്റ്റാറ്റസ്, രക്ഷകർത്താക്കൾ ജീവിച്ചിരിക്കാത്ത കുട്ടികൾക്ക് ഉള്ള വിവരങ്ങളാണ് അതിൽ നൽകേണ്ടത്. കുട്ടികൾക്ക് എന്തെങ്കിലും ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അവയുടെ വിവരങ്ങൾ സംബന്ധിച്ച 3 വിൻഡോസ് കാണും. ഇത് സംബന്ധിച്ച് രേഖകൾ നമ്മുടെ സ്കൂളിൽ ലഭ്യമായിട്ടുണ്ട് എങ്കിൽ അവ നൽകുകയും ഇപ്രകാരം ഒന്നും ഇല്ലാത്ത കുട്ടികൾക്ക് നോട്ട് ആപ്ലിക്കബിൾ എന്നത് സെലക്ട് ചെയ്ത് ഇടുകയും ചെയ്യണം. ഇപ്രകാരം വിവരങ്ങൾ നൽകിയതിനു ശേഷം ആഡ് ക്രൈറ്റീരിയ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ആഡഡ് സക്സസ്ഫുള്ളി എന്നൊരു മെസ്സേജ് അപ്പോൾ കാണാൻ കഴിയുന്നുണ്ടാവും. അതിനുശേഷം വെബ്സൈറ്റിലെ വ്യൂ ആഡഡ് ക്രൈറ്റീരിയ എന്ന മെനു ക്ലിക്ക് ചെയ്ത് ക്ലാസ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ ആ ക്ലാസ്സിലെ കുട്ടികളുടെ ആഡ് ചെയ്യപ്പെട്ട വിവിധ ക്രൈറ്റീരിയകളുടെ സ്കോറും മറ്റും കാണാനായിട്ട് കഴിയുന്നുണ്ടാവും. അടുത്തതായി അപ്ലൈ ഫോർ സ്കോളർഷിപ്പ് എന്ന മെനു ക്ലിക്ക് ചെയ്ത് ക്ലാസ് സെലക്ട് ചെയ്ത് വ്യൂ സ്റ്റുഡൻസ് എന്ന ഓപ്ഷൻ വഴി വിവരങ്ങൾ ഫെച്ച് ചെയ്തെടുത്ത് അപ്ലൈ ഫോർ സ്കോളർഷിപ്പ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സക്സസ്ഫുൾ ആയി എന്ന് ഒരു മെസ്സേജ് കാണാനായിട്ട് കഴിയുന്നുണ്ടാവും. ഇങ്ങനെ ഓരോ കുട്ടിയുടെയും വിവരങ്ങൾ സബ്മിറ്റ് ചെയ്തതിന് ശേഷം സബ്മിറ്റഡ് ആപ്ലിക്കേഷൻ എന്ന മെനു എടുത്താൽ അപ്ലൈ ചെയ്തവരുടെ വിവരങ്ങൾ കാണാനായിട്ട് കഴിയും. അർഹരായ എല്ലാവരുടെയും അപേക്ഷകൾ സമയബന്ധിതമായി ഇപ്രകാരം ചെയ്ത് തീർക്കണം. വലതുവശത്തെ മുകളിലുള്ള ലോഗൌട്ട് ഓപ്ഷൻ വഴി സൈറ്റിൽ നിന്നും ലോഗൌട്ട് ആകാൻ കഴിയും. പോർട്ടലിന്റെ ഹോം പേജിൽ
ട്രാക്ക് ഡീറ്റെയിൽസ് എന്ന ഒരു മെനു ഉണ്ട്. അതിൽ കൂടെ കുട്ടിക്കോ രക്ഷകർത്താവിനോ കുട്ടിയുടെ ആധാർ ഡീറ്റെയിൽസ് നൽകിയാൽ സ്കൂളിൽ നിന്നും സ്കോളർഷിപ്പ് ചെയ്തിട്ടുള്ളതിന്റെ കൃത്യത പരിശോധിക്കാനായിട്ട് കഴിയുന്നതാണ്.